നമ്മൾ ഇന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് മഴയുടെ കാര്യം ഒരു മഴയില്ല, ഒരു കുഴപ്പമില്ല, ഗംഭീര. ഇന്നലെ പറഞ്ഞല്ലോ 2 ഡയന വെച്ചാൽ തൃശ്ശൂർ പൂരത്തിന്റെ തലേ ദിവസമോ പൂരത്തിനോ കാണുന്ന ക്ലൗഡുകൾ ഒഴുകി പോകും. അങ്ങനെ ക്ലൗഡുകൾ ഒഴുകി പോയി ആകാശം ക്ലിയറായി. ഇപ്പോ രാമനെ കാത്തിരിക്കണം. ആനഫാൻ എന്ന് പറയുന്നത് ആനകളെ രാമഫാൻ എന്ന് പറഞ്ഞാൽ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ ഫാനുകളാണ്. ചെമ്പൂക്കാവ് ഒതിക്കാണ് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ എത്ര വരുന്നത്. അപ്പൊ ഫാൻ എന്ന് പറഞ്ഞാൽ വിശറിയ. അപ്പൊ താരങ്ങൾക്ക് ഫാൻ ഉണ്ട്. വിശറി കൊണ്ട് ഇങ്ങനെ വീശി 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 കത്തിക്കണ പോലെ എന്ത് കത്തിക്കുക, ആനയുടെ മൈമേട് കത്തിക്കുക. അപ്പൊ എന്താ, ആനപ്പുറത്ത് എഴുന്നുള്ള ദേവനേക്കാൾ പ്രാധാന്യം ആർക്കായി? ആനയ്ക്കായി. അതന്നെ പൂരം. ആനയാണ് ആദ്യത്തെ പൂരം. മറ്റേ മുൻമന്ത്രി ആയിക്കോട്ടെ, അത് മന്ത്രി പറഞ്ഞോളൂ. പറയൂ. മന്ത്രിക്കുന്നവനാണ് മന്ത്രി. മന്ത്രിക്കാന്ന് പറഞ്ഞാൽ ആലോചിക്കാന്ന് അർത്ഥം. കുറി പറയാന്നല്ല, ഒരർത്ഥമുണ്ട്. മന്ത്രിക്കാന്ന് പറഞ്ഞാൽ ആലോചന, കാര്യാലോചന, മന്ത്രാലോചന എന്ന് പറഞ്ഞാൽ കാര്യാലോചനയാണ്. മന്ത്രിമാരല്ലേ കാര്യാലോചിക്കേണ്ടത്. പൂരക്കാര്യം ആലോചിക്കുന്നത് പൂരക്കാര്യം എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ മാത്രം കാര്യമല്ല. പൂരം അല്ലല്ലോ, പൂരം എല്ലാവരെയും കാര്യം എന്നുള്ളതാണ് പൂരക്കാര്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഏത് ഭാഷ എവിടെയാണ്? സ്റ്റുഡിയോയിലാണ് മാഷ. അവിടെ ഉണ്ടാ എന്തെങ്കിലും കിടു പറഞ്ഞാല്? അതെ, മാഷ് പണ്ട് കേരള കോളേജിൽ പഠിപ്പിച്ചാണ്. അപ്പൊ അന്നോട്ട് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ മാഷ് ഒരു പൂരാണല്ലോ. അപ്പൊ ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഓരോ കൊല്ലം ചെല്ലും തോറും പൂരത്തിന്റെ പരിപാടികളിൽ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, ചടങ്ങുകൾ ഗംഭീരമായിക്കൊണ്ടിരിക്കുന്നു. അശ്വി, നമ്മുടെ വി എസ് സുനിൽകുമാറിനോട് എൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞേക്കാം. കേരളവർമ്മ കോളേജിലെ നല്ല കാലമൊക്കെ സുനിൽകുമാർ ഓർമ്മിക്കുന്നത് ഞാൻ കേട്ടു. വളരെ സന്തോഷം. പൂരക്കാലത്ത് നമ്മളവിടെ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ. സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളെല്ലാം നടത്തുന്ന അത്ഭുത പ്രകടനങ്ങൾ കോർഡിനേറ്റ് ചെയ്യും. അതിനിടയിൽ ഇടം വലം നോക്കാത്ത കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ. സുനിൽകുമാറിനോട് നമ്മുടെ ഗൗരവതരമായ അന്വേഷണം പറഞ്ഞേക്കൂ. താങ്ക് യു. സൊല്യൂഷൻ പറഞ്ഞ AI ആന എന്നാണ്. AI അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ആന ഉണ്ടാക്കാലോ. ആ ആനയ്ക്ക് പല ഗുണങ്ങളുണ്ട്. അത് ഓടില്ല, അത് ചെവിയാട്ട്. പക്ഷെ അതിന് വലിയൊരു ദോഷമുണ്ട്, അത് പിണ്ടടില്ല. SK വരാത്ത കൊണ്ട് പൂരത്തിന് ചെറിയൊരു പ്രശ്നം എന്ന് പറയാം. എല്ലാം വരുന്നതാണ്. ഇത്തവണ അവിടെ നിന്നുകൊണ്ട് ഈ കൊല്ലം നമ്മളെ ഇറക്കിയ ഒരു കളി കളിച്ചാണ് SK. അല്ല, SK ഇപ്പൊ എന്താ വെച്ചാല് അവിടെ AI അനുസരിച്ചുള്ള പൂരം വെച്ചിരിക്കണം അതിന്റെ സ്റ്റുഡിയോയിലുള്ളിൽ. മൂപ്പരാളെ തുടങ്ങി വെച്ചാള് ഈ വക പരിപാടികള്. കോവിഡ് കാലത്താണല്ലോ മൂപ്പര് എന്താണ് മറ്റേ എന്നിട്ട് SK-നാണ്. അന്ന് പൂരത്തിലൊക്കെ ഇട്ട് നടക്കായിരുന്നു ആള് സ്റ്റുഡിയോയില്. അതുപോലത്തെ പരിപാടിയാണ്. പരിപാടിയൊക്കെ അവിടെ വന്നു. ഒരു കാര്യം പറഞ്ഞാൽ അങ്ങോട്ടല്ലോ, ശ്രീകണ്ഠ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താ? ശിവൻ എന്നാണ്. കണ്ഠത്തിൽ വിഷമുള്ളവൻ എന്നാണ്. അതിന്റെ മലയാളം, പച്ചമലയാളം പറയണമെങ്കിൽ ചിരികണ്ഠൻ എന്ന് പറയണം. അപ്പൊ ശ്രീകണ്ഠൻ നായർ എന്നുള്ളത് പച്ചമലയാളം സംസ്കൃത. ചിരികണ്ഠൻ നായർ എന്നല്ലേ പറയേണ്ടത് പച്ചമലയാളത്തിൽ? ഞാൻ പറഞ്ഞു. ഇവിടെ പ്രേക്ഷകർ ഞെട്ടണ്ട. വിഷം കഴുത്തുള്ളവൻ ആരോ, അവൻ ശ്രീകണ്ഠൻ, നീലകണ്ഠൻ, പരമശിവൻ, അങ്ങനെ പോകുന്നു അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വിഷം കഴുത്തുള്ളവൻ ആരോ അവനാണ് ശ്രീകണ്ഠൻ എന്ന് പറയും. ചില ആൾക്കാർ ഒരു ഐശ്വര്യം കഴുത്തുള്ളവൻ ആര്, നമ്മളങ്ങനെ ആസ്വദിച്ച് നടക്കുമ്പോഴാണ് ആള് പറയുന്നത് വിഷം കഴുത്തുള്ളവൻ ആരോ അവൻ ശ്രീകണ്ഠൻ എന്ന് പറയുന്നത്. സാക്ഷാൽ പരമശിവനാണ്. ഓക്കെ, വളരെ സന്തോഷം അശ്വി താജ് ഇബ്രാഹിം. നമുക്ക് സുനിൽകുമാറിന് എന്തെങ്കിലും ഈ പൂരാവേശം മനസ്സിൽ കരുതുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയൂ. അതെ, കണ്ടത്തിൽ ഐശ്വര്യം, അതാണ് ശരി. എല്ലാം ഗംഭീര ഇനിയിപ്പോ ഗംഭീരമായിരിക്കാൻ ഒന്നുണ്ട്. ഇനിയാണ് ഗംഭീരമുണ്ട്. ഇതുവരെ നമ്മൾ കാത്തിരുന്ന പരിപാടികള് ഇപ്പൊ ഘടകപൂരങ്ങളായിട്ടുള്ളൂ. ഇനി ശരിയായിട്ടുള്ള പൂരങ്ങൾ എന്ന് പറഞ്ഞാല് പാറമക്കാവ് ഇപ്പൊ തിരുവമ്പാടി എഴുന്നള്ളി അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മഠത്തിലേക്ക് എത്തും 9:45 10 മണിയാകുമ്പോൾ എത്തും. അത് കഴിഞ്ഞാൽ അതുപോലെ ഈ പിന്നെ പാറമക്കാവിന്റെ പരിപാടികൾ അവിടെ ചെമ്പടയാണല്ലോ. അത് കഴിഞ്ഞ് 2:30 മണിയാകുമ്പോഴേക്കും എലിഞ്ഞിത്തറ കഴിഞ്ഞിട്ട് നമുക്ക് കുടമാറ്റം പോയിട്ട് എല്ലാവരും പോയി കുളിച്ച് റെഡി ആയിട്ട് വന്നാൽ ഉച്ചരിയുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ പറ്റും. പിന്നെ വെടിക്കെട്ട്, പിന്നെ രാവിലത്തെ പൂരം ആചാരം ചൊല്ലി പിരിയുമ്പോഴുള്ള പാണ്ടിയും കൂടി കഴിഞ്ഞ് ആ കഞ്ഞി കൂടി കുടിച്ചാലേ പൂർണ്ണമായി. ആ മാമ്പഴപ്പുളിശ്ശേരി കൂട്ടിയൊരു കഞ്ഞിണ്ട്, വയറങ്ങോട്ട് നിറയും. അതല്ലേ, അതാണ്.
പൂരം എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ 2 ദിവസത്തേക്കിലും തൃശ്ശൂർ നഗരത്തിന്റെ പേര് മാറും. അത് ഹസ്തിനപുരി എന്നാവും. ഹസ്തി വന്നിട്ടുണ്ട്, ആനകൾ വന്നിട്ടുണ്ട് ഹസ്തിനപുരി. പിന്നെ എന്താന്ന് വെച്ചാല് ഈ കരിക്കുലമാണ് തൃശ്ശൂർ പൂരം. കരി എന്ന് പറഞ്ഞാൽ ആനയാണ്. അപ്പൊ കരിക്കുലം എന്ന് പറഞ്ഞാൽ ആന വന്ന് അറിയുക. അതുപോലെ ഈ ഫ്ലവർ ഈ ചാനലിലെ ആളുകൾക്കൊക്കെ ഇതിന്റെ പേര് ഹഷ്മി എന്നാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ സഫ്ദർ ഹഷ്മി എന്ന് പറയുന്ന നാടകക്കാരൻ തിയേറ്റർ. സ്മിത എന്ന് പറഞ്ഞാൽ 6 തരം ചിരിയുണ്ട് ഇത്ര നാട്യശാസ്ത്രം പറയാൻ. സ്മിതം, ഹസിതം, വിഹസിതം, ഉപഹസിതം, അപഹസിതം, അതിഹസിതം. അതിലിപ്പോൾ അപഹസിക്കില്ല കൂടുതലെതിരുള്ളതാണ്, അതാണ് അപഹസിതം. സ്മിതം എന്ന് പറഞ്ഞാൽ മനോഹരമായി മന്ദസ്മിതം തൂക്കിതിൽ പവളയാണ്. അപ്പൊ അങ്ങനെയുള്ള ഫ്ലവർ ഈ ചാനലിലുള്ള ഓരോരുത്തർക്കും ഓരോ 24 hours 24/7 എപ്പോഴും വാർത്തയാ. ആന മാത്രല്ല, രാത്രി വെടിക്കിട്ട് പറഞ്ഞ കരിമരുന്നല്ലേ, കരിമരുന്ന്. അപ്പൊ കരിപ്രയോഗം തന്നെയാണ് തൃശ്ശൂർ. അപ്പൊ വൈബാക്കാം. ഓക്കെ വിശ്രമിച്ചോളൂ. ഇല്ല വിശ്രമമില്ല.